Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about the stages in the securitization process. In the last lecture, we have learned about securitization process. It is the process in which illiquid assets of a financial institution are converted into marketable securities. Today, in this section, we will be discussing about the different stages in the securitization process. At first, identification stage. In this stage, the originator selects a pool of illiquid loans and receivables from its assets portfolio for securitization. അപ്പോൾ ഒരു സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഐഡൻറ്റിഫിക്കേഷൻ സ്റ്റേജ്. ഐഡൻറ്റിഫിക്കേഷൻ സ്റ്റേജിൽ ഒരു ഒറിജിനേറ്റർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മണി ലെൻഡിങ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ ഒറിജിനേറ്റർ എന്നും, ഈ ഒറിജിനേറ്ററിൻ്റെ ഇല്ലിക്വിഡ് അസറ്റ്സ്, ലോൺസ് ആൻഡ് റിസീവബിൾസ് എന്ന രീതിയിലുള്ള ഇല്ലിക്വിഡ് അസറ്റ്സിനെ സെലക്ട് ചെയ്യുകയാണ് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ സ്റ്റേജിൽ ചെയ്യുന്നത്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഒറിജിനേറ്ററിൻ്റെ സെറ്റ് ഓഫ് അസറ്റ്സിൻ്റെ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഓഫ് അസറ്റ്സിൽ നിന്നും ഇല്ലിക്വിഡ് ആയിട്ടുള്ള ലോൺസ് ആൻഡ് റിസീവബിൾസിനെ സെലക്ട് ചെയ്യുകയാണ് ഐഡൻറ്റിഫിക്കേഷൻ സ്റ്റേജിൽ ചെയ്യുന്നത്. ട്രാൻസ്ഫർ സ്റ്റേജ്. ഇൻ ദിസ് സ്റ്റേജ് ദ സെലക്റ്റഡ് പൂൾ ഓഫ് അസറ്റ്സ് ഇസ് ട്രാൻസ്ഫേർഡ് ബൈ ദി ഒറിജിനേറ്റർ ടു ദി SPV. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്റ്റേജിൽ ഇല്ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്സ്, ഒറിജിനേറ്ററിൻ്റെ ഇല്ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്സ് സെലക്ട് ചെയ്തു. ഈ സെലക്ട് ചെയ്ത അസറ്റ്സിനെ SPV, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഓർ സ്പെഷ്യൽ പർപ്പസ് എൻറ്റിറ്റി, ഇത്തരത്തിൽ ഒരു ഇല്ലിക്വിഡ് അസറ്റ്സിനെ സെക്യൂരിറ്റി ആയി കൺവേർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ സ്പെഷ്യൽ പർപ്പസ് എൻറ്റിറ്റി എന്നറിയപ്പെടുക, അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയുക. അപ്പോൾ ഇത്തരത്തിൽ ഒരു SPVയിലേക്ക് നമ്മൾ ഈ സെലക്ട് ചെയ്തേക്കുന്ന ഇല്ലിക്വിഡ് അസറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നത് ഉദ്ദേശിക്കുന്നത് അവർക്ക് സെയിൽ ചെയ്യുക, ഇല്ലിക്വിഡ് ആയിട്ടുള്ള ലോൺസിനെയും റിസീവബിൾസിനെയും ഒരു SPVക്ക് സെയിൽ ചെയ്യുക ആണ് ട്രാൻസ്ഫർ സ്റ്റേജിൽ ചെയ്യുന്നത്. Issue stage. Here, the SPV issues securities to the investors on the basis of the pooled assets it has bought from the originator in the transfer stage. It is from the sale proceeds of the securities that the SPV gets reimbursed. Third stage ആണ് issue stage. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ ഒരു ഒറിജിനേറ്ററിൻ്റെ ഇല്ലിക്വിഡ് അസറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തു, സെക്കൻഡ് സ്റ്റേജിൽ ആ ഇല്ലിക്വിഡ് അസറ്റ്സിനെ ഒരു SPVയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിനുശേഷം SPV ഈ ഒരു ഇല്ലിക്വിഡ് അസറ്റ്സിൻ്റെ ബേസിൽ സെക്യൂരിറ്റീസിനെ ഇഷ്യൂ ചെയ്യും. ഒരു പുതിയ ഇൻവെസ്റ്ററിലേക്ക് സെക്യൂരിറ്റീസിനെ ഇഷ്യൂ ചെയ്യുകയും അതിൽ നിന്നാണ് ഒരു SPV അവരുടെ ലാഭം കണ്ടെത്തുന്നത്. ഏത് വിധേനയാണ്? അവർ പൈസ മുടക്കി ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ നിന്നും ഇല്ലിക്വിഡായ അസറ്റ്സ് കളക്ട് ചെയ്തിട്ട് അതിന് പകരമായി അല്ലെങ്കിൽ ആ ഒരു അസറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് സെക്യൂരിറ്റീസിനെ ഇഷ്യൂ ചെയ്യുകയും അതിൽ നിന്നും റവന്യൂ കണ്ടെത്തി അത് വഴി അവർ ആ ലോൺ മേടിക്കാൻ ചിലവാക്കിയ പൈസ റിറ്റെയിൻ ചെയ്യുകയുമാണ് ഒരു സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സിൽ ചെയ്യുന്നത്. Credit rating stage. In order to make the securities more acceptable and attractive, they have to be rated by a credit rating agency. The issue stage and credit rating stage takes place simultaneously. അപ്പോൾ നമ്മൾ തേർഡ് സ്റ്റേജിൽ പറഞ്ഞ ഇഷ്യൂ സ്റ്റേജിനോട് ചേർന്ന് നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു SPV ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ അക്സെപ്റ്റബിലിറ്റി അല്ലെങ്കിൽ കൂടുതൽ അട്രാക്റ്റീവായി തീർക്കാനായി ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയെ കൊണ്ട് ക്രെഡിറ്റ് റേറ്റിംഗ് കണ്ടക്ട് ചെയ്യുക, അതുവഴി ആ ഒരു സെക്യൂരിറ്റീസിൻ്റെ ക്രെഡിബിലിറ്റി പ്രൂവ് ചെയ്യുകയും അതിൽ നിന്നും ആ സെക്യൂരിറ്റീസിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കി തീർക്കാനുമാണ് ക്രെഡിറ്റ് റേറ്റിംഗ് സ്റ്റേജിൽ നമ്മൾ ക്രെഡിറ്റ് റേറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. റിഡംഷൻ സ്റ്റേജ്. The redemption stage and payments of interest on these securities are facilitated by the collection received by the SPV from the securitized assets. Normally, the task of collection of dues is entrusted to the originator. In rare cases, a special service agent is appointed for the purpose.
അപ്പോൾ ഫൈനൽ സ്റ്റേജ് ആണ് റിഡംഷൻ സ്റ്റേജ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിനെ റിഡീം ചെയ്യുകയോ അവർക്ക് ആവശ്യകരമായ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന സ്റ്റേജ് ആണ് റിഡംഷൻ സ്റ്റേജ്. ഇത്തരത്തിൽ ആ സെക്യൂരിറ്റിയുമായി റിലേറ്റ് ചെയ്ത് റിഡീം ചെയ്യാനുള്ള എമൗണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ള എമൗണ്ട് ഇതെല്ലാം ഒരു SPV കണ്ടെത്തുന്നത് സെക്യൂരിറ്റൈസ് അസെറ്റ്, അതായത് നമ്മൾ നേരത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്ത ലോൺസ് ആൻഡ് റിസീവബിൾസിൽ നിന്നും കിട്ടുന്ന വരുമാനം യൂസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സെക്യൂരിറ്റീസിനെ റിഡീം ചെയ്യാനും ഇൻട്രസ്റ്റ് പേ ചെയ്യാനും എല്ലാം ഒരു SPV സോഴ്സ് കണ്ടെത്തുന്നത്. ഇത്തരത്തിൽ ഉള്ള റിഡംഷൻ അല്ലെങ്കിൽ കളക്ഷൻ ആക്ടിവിറ്റീസ് എല്ലാം ഒരു ഒറിജിനേറ്ററിനാണ് അതിൻ്റെ ടാസ്ക്. അതായത് ആ ഒരു ലോൺസിൻ്റെയും റിസീവബിൾസിൻ്റെ ഡ്യൂസ് എല്ലാം കളക്ട് ചെയ്യേണ്ടത് നോർമലി ഒറിജിനേറ്ററുടെ ഡ്യൂട്ടിയാണ്. പക്ഷേ ചില കേസിൽ റയർ കേസസിൽ ഒരു സ്പെഷ്യൽ സർവീസ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യാറുണ്ട് ഇത്തരത്തിൽ ഡ്യൂസ് കളക്ട് ചെയ്യാൻ, ലോൺസും റിസീവബിൾസിൽ നിന്നുള്ള ഡ്യൂസ് കളക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ഒരു സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്. ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇല്ലിക്വിഡ് ആയിട്ടുള്ള ലോൺസ് ആൻഡ് റിസീവബിൾസ് എന്ന അസറ്റ്സിനെ ഒരു ട്രേഡബിൾ സെക്യൂരിറ്റി ആയി കൺവേർട്ട് ചെയ്ത് അതിൽ നിന്നും പുതിയ സോഴ്സ് ഓഫ് ഫിനാൻസ് കണ്ടെത്തുന്ന ഒരു മെക്കാനിസമാണ് സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്. Next, let us look into the objectives of securitization. Additional source of fund. Illiquid assets are converted into marketable securities and thus it provides an alternative source of funding. ഒരു സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സ് വഴി ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടെത്തുന്നത് അഡീഷണൽ സോഴ്സ് ഓഫ് ഫണ്ടാണ്. അതായത് അവർക്ക് ഇല്ലിക്വിഡ് ആയിരിക്കുന്ന ഒരു അസറ്റ്, അതായത് പെട്ടെന്നെങ്ങും ക്യാഷായി കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അസറ്റ്സിനെ പെട്ടെന്ന് ക്യാഷായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആയി കൺവേർട്ട് ചെയ്യുന്നത് വഴി ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് ഫണ്ടിങ് ആണ് സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സ് വഴി കണ്ടെത്തപ്പെടുന്നത്. ഗ്രേറ്റർ പ്രോഫിറ്റബിലിറ്റി. ഇറ്റ് പ്രൊവൈഡ്സ് ലിക്വിഡ് ക്യാഷ്, thereby increasing the turnover and profitability. The cash made available can also be used for investing in higher yield assets, which again contribute to profitability. Securitization process വഴി ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. കാരണം ഇല്ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്സിനെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആയി കൺവേർട്ട് ചെയ്ത് അതിൽ നിന്നും ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യുകയും ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതുവഴി ഒരു സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സ് വഴി അവൈലബിൾ ആകുന്ന ഫണ്ട്സിനെ കൂടുതൽ ഹയർ ഈൽഡ് തരുന്ന അസറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുവഴി പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് വഴിയും പ്രോഫിറ്റബിലിറ്റിക്കുള്ള ചാൻസസ് വളരെയധികം ഹൈ ആവുകയാണ്. അപ്പോൾ ഒരു സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സ് വഴി ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എൻഹാൻസസ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ. The removal of illiquid assets from the balance sheet of financial institution improves the capital adequacy norms. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത് ഒരു ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ക്യാപിറ്റലും റിസ്ക്കും തമ്മിലുള്ള റേഷ്യോ ആണ്. ഇത് കമ്പയർ ചെയ്യുന്നത് ആ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കേപ്പബിലിറ്റി, ഫണ്ട് റേസ് ചെയ്യാനും റിസ്കിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സ് വഴി ക്യാപിറ്റൽ അഡിക്വസി നോംസ്, അതായത് ആ ഒരു ലോൺ അല്ലെങ്കിൽ റിസീവബിളിനെ ഒരു മാർക്കറ്റബിൾ സെക്യൂരിറ്റിയായി കൺവേർട്ട് ചെയ്യുന്ന വഴി ആ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്യാപിറ്റൽ അഡിക്വസി നോംസ് ആണ് ഇംപ്രൂവ് ചെയ്യപ്പെടുന്നത്. Spreading of credit risk facilitates the diversification of credit risk, which is more in the case of medium term and long term loans. ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മീഡിയം ടേം ആൻഡ് ലോങ് ടേം ലോൺസിന് ക്രെഡിറ്റ് റിസ്ക് വളരെ കൂടുതലാണ്. അതായത് ഇത്തരത്തിൽ ലോൺസ് ആൻഡ് റിസീവബിൾസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ റിസ്ക് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു റിസ്കിനെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ റിസ്കിനെ കുറയ്ക്കാനായിട്ട് ഒരു സെക്യൂരിറ്റൈസേഷൻ പ്രോസസ് ഹെൽപ്പ് ചെയ്യും. Lower cost of funding. Compared to other modes of raising finance, securitization provides at lower cost. മറ്റ് സോഴ്സസ് ഓഫ് ഫിനാൻസ് റേസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സ് വഴി ഫണ്ട് റേസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ചീപ്പറാണ്. കോസ്റ്റ് ഓഫ് റേസിംഗ് ഫണ്ട് ഇസ് വെരി ലോ. Provision of multiple instruments. It offers
different instruments to meet the varying requirements of the investing public. ഇത്തരത്തിൽ ഒരു illiquid assetsനെ ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആയി കൺവേർട്ട് ചെയ്യാൻ ഡെപ്റ്റ്, ഇക്വിറ്റി, പ്രിഫറൻസ് അങ്ങനെ പല ഡിഫറെൻറ്റ് രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആയി കൺവേർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സിലുണ്ട്. ഒരു ഇൻവെസ്റ്റിംഗ് പബ്ലിക് ഏത് രീതിയിലുള്ള സെക്യൂരിറ്റിയാണ്, ഏത് രീതിയിലുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതനുസരിച്ച് വെറൈറ്റി ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സിൽ പോസിബിൾ ആണ്. Higher rate of return. Compared to traditional debt securities like bonds and debentures, securitized securities offer better rate of return along with better liquidity to investors. ട്രഡീഷണൽ ബോണ്ട്സ് ആൻഡ് ഡിബഞ്ചേഴ്സിനെക്കാട്ടിലും കൂടുതൽ സെക്യൂർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരത്തിലെ സെക്യൂരിറ്റൈസ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ്. ഇത്തരത്തിൽ നമ്മുടെ ഇല്ലിക്വിഡ് അസറ്റ്സിനെ സെക്യൂരിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് കൂടുതൽ ട്രഡീഷണൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സിനെക്കാട്ടിലും കുറച്ചുകൂടെ ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നത്. Prevention of idle capital. In the absence of securitization, capital would remain idle in the form of illiquid assets. ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ ഇല്ലിക്വിഡ് അസറ്റ്സ് എന്ന ഫോമിൽ ഐഡിലായി തുടരും. അതായത് അൺയൂസ്ഡ് ആയിട്ടുള്ള അസറ്റ്സ് അല്ലെങ്കിൽ ക്യാഷിനെയാണ് നമ്മൾ ഐഡിൽ ക്യാപിറ്റൽ എന്ന് പറയുക. അപ്പോൾ ഒരു ഇല്ലിക്വിഡ് അസറ്റ്സ് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാപിറ്റലാണ്. അപ്പോൾ അതിനെ സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സ് വഴി ഒരു സെക്യൂരിറ്റിയായി കൺവേർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഇല്ലിക്വിഡ് അസറ്റ് ആയി ഐഡിൽ ക്യാപിറ്റലായി തുടരും. അപ്പോൾ ഒരു സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സ് ഐഡിൽ ക്യാപിറ്റലിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. Better than traditional instruments. Since the securities are structured as assets-backed securities, they offer a greater protection to investors. ഒരു സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സ് വഴി ഫോം ചെയ്തേക്കുന്ന സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് അസറ്റിനുമായി ബാക്ക് ചെയ്തേക്കുന്നത്, അതായത് ലോൺസ് ആൻഡ് റിസീവബിൾസ് എന്ന അസറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കൂടുതൽ പ്രൊട്ടക്ഷൻ ആണ്. ഇൻവെസ്റ്ററിന് അത്തരത്തിലുള്ള അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകുകയും ഒരു ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ പ്രൊട്ടക്ഷൻ ഒരു ഇൻവെസ്റ്ററിന് ലഭിക്കുന്നത് സെക്യൂരിറ്റൈസ് ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. Other benefits. If used in the proper sense, securitization will lead to greater economy in the use of capital with greater efficiency and cost effectiveness in both funding and lending. കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രോപ്പർ രീതിയിൽ സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാനും അവരുടെ ക്യാപിറ്റൽ നല്ല എഫിഷ്യൻറ്റുമായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ ഫണ്ടിങ്ങിനാണെങ്കിലും ലെൻഡിങ്ങിനാണെങ്കിലും കൃത്യമായിട്ടുള്ള രീതിയിൽ സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഓവറോൾ ബെനിഫിഷ്യലായി തീരാനായിട്ട് കാരണമാകും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. പിന്നീട് സെക്യൂരിറ്റൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിനെയും കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളുടെ ബേസിലാണ് ഇന്നത്തെ 2 അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് രണ്ടും വായിച്ച് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.